ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗദിയിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഒരു 6-7 മാസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് സൗദിയിലെ ഇലക്ട്രിസിറ്റി ബില്ല് ഫിക്സഡ് ബില്ലാക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ബില്ല് ഫിക്സഡ് ആക്കിയിരുന്നു. പക്ഷേ ഈ അടുത്ത് ഇപ്പോൾ ഈ ഒരു കൊറോണ പീരീഡിൽ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് ശേഷം കുറച്ച് സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടു. അവർ കാരണം ഷോപ്പുകളിലൊക്കെ ഫിക്സഡ് ആക്കിയ ആളുകൾ ഷോപ്പ് അടഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പോൾ വെറുതെ ബില്ല് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയിട്ട് അതും നടക്കുന്നില്ല. വെറുതെ ക്യാഷ് അടക്കുന്ന. അപ്പോൾ ഷോപ്പിലൊക്കെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ റൂമിലാക്കുന്ന പോലെ ആയിരിക്കില്ല. ഫിക്സഡ് ബില്ലാക്കിയാൽ തന്നെ കൺസപ്ഷൻ കൂടുതലായതുകൊണ്ട് 1000, 1500 ആയിരിക്കും പെർ മന്ത് ഫിക്സഡ് ബില്ല് തന്നെ അവർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 മാസത്തെ പീരീഡിൽ ഇപ്പോൾ ഒരു 1500 ഒരാൾ ഷോപ്പ് ക്ലോസ് ചെയ്തപ്പോൾ ഒരു 4500 റിയാൽ വെറുതെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അവർ. പിന്നെ ചിലർക്ക് അതിന് സാധിക്കാത്തൊരു അവസ്ഥയിലൊക്കെയാണ് അവർ കോൺടാക്റ്റ് ചെയ്തത്. അപ്പോൾ ആളുകൾ ഒന്നാമത് ചോദിക്കുന്നത് കാരണം ഈ ഒരു 3 മാസം ഞാൻ യൂസ് ചെയ്യാത്ത കറണ്ടിന് ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടേ എന്നുള്ളൊരു ഭയമാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാത്ത ഒരു ബില്ല് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ആ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കാം. കാരണം ഫിക്സ് ബില്ലാക്കുന്ന അപ്പോൾ ആ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ വെബ്സൈറ്റിൽ വന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാം 12 മാസത്തെ ഒരു പീരീഡാണ് നമ്മൾ ഫിക്സ് ബില്ലാക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു 2020 ജനുവരിയിലാണ് നിങ്ങളൊരു ഫിക്സ് ബില്ലാക്കിയെന്ന് വെച്ചാൽ അടുത്തൊരു ഡിസംബർ വരെയാണ് ഇതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ പീരീഡിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഓപ്റ്റ് ഔട്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മൊബൈൽ ആപ്പിൽ തന്നെ നിങ്ങളെ കൺസ്യൂമർ നമ്പർ ഫിക്സഡ് ബില്ല് എന്നുള്ളിടത്ത് നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ, അഥവാ ആ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൗദി ഇലക്ട്രിസിറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫിക്സഡ് ബില്ലിനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണത്താലും ഭയപ്പെടേണ്ട. കാരണം നിങ്ങൾ അടച്ച ക്യാഷ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അടുത്ത ഒരു സെക്ഷനിൽ കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻഡ് ഓഫ് ഇയർ ക്രെഡിറ്റ് സെറ്റിൽമെൻറ്റ് എന്നുള്ളൊരു സെക്ഷൻ. അവിടെ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫിക്സഡ് ബില്ല് പറഞ്ഞാൽ 12 മാസത്തെ ഒരു കോൺട്രാക്റ്റ് പീരീഡാണ്. അപ്പോൾ ആ 12 മാസം തീരുമ്പോൾ അതിന് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷന്. അതായത് നിങ്ങൾ ഫിക്സ് ബില്ലാക്കിയാലും തന്നെ സൗദി ഇലക്ട്രിസിറ്റി എല്ലാ മാസവും നിങ്ങളുടെ മീറ്റർ റീഡിംഗ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മന്തിൽ നിങ്ങൾ എത്ര ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ബില്ലും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ആപ്പിൻ്റെ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് ഇവിടെ ഇടാം. ഓക്കെ. അതായത് ഈ മാസം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന മാസം ജൂലൈ ആണ്. അപ്പോൾ ജൂണിലൊരു ബില്ലിനെ കുറിച്ച് നോക്കണം. ആ ജൂണിൽ ഇപ്പം ഞാൻ എൻ്റെ റൂമിലെ ബില്ല് ഫിക്സ് ബില്ലാക്കിയിട്ടുണ്ട്. എനിക്ക് വരുന്നത് 280 റിയാലാണ്. ഓക്കെ. അപ്പോൾ ഈ 280 ഞാൻ യൂസ് ചെയ്യാത്ത മാസങ്ങൾ, അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്ന മാസങ്ങളും ഞാൻ 280 റിയാൽ അടക്കണം. ഞാൻ എൻ്റെ റൂം ക്ലോസ് ചെയ്തിട്ട് വെക്കേഷന് പോകുമ്പോഴും 280 റിയാൽ ഞാൻ അടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ. ആ 280 റിയാൽ ഞാൻ വെറുതെ അടക്കുകയല്ലെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു പേജിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആക്ച്വൽ ബിൽ എമൗണ്ട്, ഫിക്സഡ് ബിൽ എമൗണ്ട് ഡിഫറൻസ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കാം നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണം അവർ കാണിച്ചതിൽ മാർച്ച് മുതൽ 2019 മാർച്ച് മുതലാണ് ഇപ്പോൾ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ 2020 ഫെബ്രുവരി വരെയാണ് അതിൻ്റെ കോൺട്രാക്റ്റ് പീരീഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇവിടെ 280 എൻ്റെ ബില്ല്. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എല്ലാ മാസവും 280 അടച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന ബില്ലുകൾ നിങ്ങൾക്ക് കാണാം. ഓരോ മാസത്തിലും ഞാൻ യൂസ് ചെയ്ത കറണ്ടിൻ്റെ ബില്ലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചില മാസങ്ങളിൽ 156 വന്നിട്ടുള്ളൂ, ചില മാസങ്ങളിൽ 400 റിയാൽ വന്നിട്ടുണ്ട്. അതായത് പീക്ക് ടൈമിൽ 400 വന്നിട്ടുണ്ട്, 398 വന്നിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ഈ പീരിയഡിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യും എത്രയാണ് നിങ്ങൾക്ക് ആക്ച്വൽ വന്ന ബില്ല്. ഇപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എനിക്ക് ആക്ച്വൽ വന്ന ബില്ല്, അവരുടെ റീഡിങ്ങിൽ വന്ന ബില്ല് 2863 റിയാലാണ്. പക്ഷേ ഫിക്സഡ് ബില്ല് കാരണം ഞാൻ അടച്ച ക്യാഷ് എത്രയാണ്, 3360 റിയാൽ. ഓക്കെ. അതായത് 497 റിയാൽ ഞാൻ കൂടുതലായിട്ട് അടച്ചു. അപ്പോൾ ഈ പൈസ നമുക്ക് നഷ്ടപ്പെടില്ല. കാരണം ഈ ഒരു എമൗണ്ട് അവർ അടുത്ത ഒരു
പീരിയഡിൽ. അപ്പോൾ ഈ ഫിക്സഡ് ബില്ല് നിങ്ങൾ 12 മാസം ആക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അടുത്ത വർഷം റിന്യൂ ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു എമൗണ്ടിലേക്ക് ഈ ഒരു എക്സസ് വന്ന പൈസ 496 റിയാൽ ഇവിടെ എക്സസ് കാണില്ലേ, ആ പൈസ ആഡ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് കുറവാണെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ കാണാം, ഇപ്പോൾ ഞാൻ അടച്ചൊരു ബില്ല് ഇവിടെ ടോട്ടൽ ഇപ്പോൾ 250, പക്ഷേ ഞാൻ അതിനെക്കാട്ടിൽ യൂസ് ചെയ്തു, എക്സസ് ആയിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ ടോട്ടൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം 3481 റിയാലിൻ്റെ ടോട്ടൽ ഇലക്ട്രിസിറ്റി ബില്ല് വന്നു. പക്ഷേ ഇവിടെ ഞാൻ ടോട്ടൽ പേയ്മെൻറ്റ് ചെയ്തത് എത്രയാണ്? 3360. അതായത് 121 റിയാൽ ഞാൻ കുറച്ചാണ് അടച്ചത്. മനസ്സിലായത്? അതായത് എൻ്റെ ടോട്ടൽ കൺസപ്ഷനെക്കാട്ടിലും കുറഞ്ഞതാണ്, അതായത് എൻ്റെ ഫിക്സ് ബില്ലിനെക്കാട്ടിലും കൂടുതൽ ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ എന്താണ്, ഈ 121 റിയാൽ അടുത്ത എൻ്റെ ഫിക്സ് ബില്ലിൽ അവർ ആവറേജിൽ കൂട്ടിയിടും. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത കറണ്ട് നിങ്ങൾ ബില്ല് അടച്ചിട്ടുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ അതാണ്, ആ ഒരു ബില്ല് നിങ്ങളുടെ അടുത്ത ഒരു സെറ്റിൽമെൻറ്റിൽ, അതായത് നിങ്ങളൊരു വർഷത്തെ കാലാവധി, ഇപ്പോൾ നിങ്ങൾ ഈ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജനുവരി മുതലാണിത് ഫിക്സഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഡിസംബർ വരെ നിങ്ങൾ ആ ബില്ല് അടച്ചുകൊണ്ടേയിരിക്കണം. അതായത് 1500 നിങ്ങളൊരു ഷോപ്പിൽ ഫിക്സഡ് ആക്കിയിട്ടുള്ള ബില്ല് എന്ന് വെച്ചാൽ ഈ 1500 നിങ്ങൾ ഡിസംബർ വരെ അടച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഡിസംബറിൽ അവർ സെറ്റിൽമെൻറ്റിൽ നിങ്ങളെന്ത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങൾ അടച്ച ഈ 1500 വെച്ചിട്ട് നിങ്ങൾ ഒരു വർഷം അടച്ച പൈസയും നിങ്ങൾ ഈ ഒരു വർഷം മൊത്തം നിങ്ങൾ യൂസ് ചെയ്ത ഇലക്ട്രിക്കിൻ്റെ പൈസ എത്രയുണ്ട് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇങ്ങോട്ടുണ്ടാവും, ആ പൈസ നിങ്ങൾ അടുത്ത ഒരു ഫിക്സ് ബില്ലിൽ മൈനസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വരാന്നർത്ഥം. അപ്പോൾ ഈ രീതിയിലാണ് ഫിക്സ് ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നതും നിങ്ങൾ ലോക്ക്ഡൗൺ പീരീഡിൽ വെറുതെ അടച്ച പൈസ നിങ്ങൾക്ക് മൈനസായി കിട്ടുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ മനസ്സിലായി കാണും, ഫിക്സ് ബില്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നല്ലൊരു വിഷയവുമായിട്ട് അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് signing off.